ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ട്രാവൽ ലവേഴ്സ് ബൈ മുന്ന. ഇന്ന് നമുക്ക് കിഡ്സിനും അതേപോലെ വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ഉണ്ടാക്കാം. അതും ഒരു ഈവനിങ്ങിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്സാണ്. ഇതുണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ഒരു 50 ഗ്രാം ബട്ടർ വേണം. ഞാൻ ഇപ്പോൾ അൺസാൾട്ട് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. സാൾട്ട് ബട്ടർ ആയാലും കുഴപ്പമില്ല, കാരണം നമ്മളിതിൽ സാൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാൾട്ട് ബട്ടർ ആയാലും പ്രശ്നമല്ല. പിന്നെ ഞാൻ അതിലേക്ക് ഒരു കപ്പ് പാലും ഒരു കപ്പ് ആ ഒരു സെയിം കപ്പിൽ വെള്ളവും കൂടിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ബട്ടറൊക്കെ മെൽറ്റായി വരുന്ന ടൈമിൽ നമുക്ക് ആവശ്യത്തിന് മധുരത്തിനുള്ള പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടിയിട്ട്, ഞാനിപ്പോൾ ഈ ഉപ്പിടുന്ന കേസ് പറഞ്ഞില്ലേ മുന്നേ, അത് അൺസാൾട്ട് അല്ല സാൾട്ട് ബട്ടർ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് അതാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ആ ഒരു പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരുന്ന വരെ നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട്, പിന്നെ നമുക്ക് പാലൊഴിച്ച കാരണം പാലൊന്ന് തിളച്ച് വരും വേണമല്ലോ, അപ്പോൾ അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. പാലൊക്കെ ഒന്ന് നമുക്ക് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്കൊരു മൂടി വാനില എസൻസും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കപ്പ് മൈദയാണ് നമുക്ക് വേണ്ടത്. ഒരു കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 ഗ്രാമിൻ്റെ ഒരു കപ്പിൽ നമുക്ക് മൈദയും കൂടെ വേണം. ഇത് ഈ ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലൊരു പരുവത്തിൽ ഇതേപോലെ നല്ല കട്ടിയായിട്ട് വരും. അതായിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്താലും നമ്മളിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇടക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് 2 കോഴിമുട്ട നമുക്ക് ആഡ് ചെയ്യണം. ഈ 2 കോഴിമുട്ട ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കണം. ഇത് മിക്സ് ആക്കി എടുക്കുക നമുക്ക് എന്താ പറയുക, ബീറ്റർ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് നല്ലൊരു സ്മൂത്തായിട്ടുള്ള മാവായിട്ട് നമുക്ക് കിട്ടണം. നല്ല സ്മൂത്തായിട്ടുള്ള മാവ്, കാരണം എന്നാലേ നമുക്ക് ഈ ഉണ്ടാക്കുന്ന ഒരു സംഭവം നമ്മൾ പൈപ്പിംഗ് ബാഗിലാണ് നമ്മൾ ആക്കണത്. അപ്പോൾ വേണ്ട നല്ല സ്മൂത്തായിട്ട് നമുക്കിപ്പോൾ കൈലോണ്ടൊക്കെ കോരിയെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അധികം വെള്ളം പോലെയും പാടില്ല, കുറച്ച് കട്ടിയും വേണം. അപ്പോൾ ഇത് നമ്മളൊരു പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് നോസിലിടുകയാണെങ്കിൽ നോസിലിടുക. അപ്പോൾ നമുക്കൊരു ഷേപ്പ്, അത് നമുക്ക് പൊരിച്ചെടുക്കുമ്പോൾ അതിന് ഒരു ഷേപ്പൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ നോസിലിട്ടിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അതല്ല നോസിലിൽ വേണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് പൈപ്പിംഗ് ബാഗിൻ്റെ ഫ്രണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ ഓയിലൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിത് പൈപ്പിംഗ് ബാഗിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കിത് എന്താ പറയുക, പല മോഡലിലോ അല്ലെങ്കിൽ പല ഷേപ്പിലാക്കിയിട്ട് നമുക്കിത് എടുക്കാം. ഞാനിതിപ്പോൾ റൗണ്ട് ആക്കിയിട്ടാണ് ഞാൻ എടുത്തുള്ളത്. ചെറിയ സ്റ്റിക്ക് പോലെ ആക്കി എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഇത് നമുക്ക് ഒരു സൈഡ് നമുക്ക് നല്ലപോലെ മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ബ്രൗൺ കളറായാലേ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാനേ പാടുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടും. ഈ ഒരു സംഭവം നമുക്ക് പഞ്ചസാരപ്പാനിയിൽ നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അതേപോലെ ചോക്ലേറ്റ്സ് മെൽറ്റാക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊടിച്ച പഞ്ചസാരയിൽ നമുക്ക് കുറച്ച് പട്ടയുടെ പൊടി പൊടിച്ചതും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് അതിമൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണമല്ലോ. അങ്ങനെ കഴിക്കുകയാണെങ്കിലും അതും നല്ല ടേസ്റ്റാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു സ്നാക്സ് നമുക്ക് കഴിക്കാൻ പറ്റും. 4 മണി ടൈമിലൊക്കെ എന്താ പറയുക, നമുക്ക് സ്നാക്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ടൈമിലെല്ലാം പെട്ടെന്ന് മൈദയും അതേപോലെ ഒരു കോഴിമുട്ട അല്ലെങ്കിൽ ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
എന്നും പറയണ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.